നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 27 വർഷം മുമ്പ് തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യത്തിന് വീട് വിട്ടു പോയതാ ചേച്ചിയുടെ അമ്മ. എന്തുമാത്രം ഒറ്റപ്പെടലും വേദനകളും അനുഭവിച്ചിട്ടുണ്ടാവും അമ്മയെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. എങ്കിൽ അമ്മയുടെ പെരുമാറ്റം ബോറാണെന്ന് ചേച്ചി പറയില്ല. നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഇതെങ്ങനെ കുറ്റപ്പെടുത്തലാവും ചേച്ചി? സത്യമല്ലേ ഞാൻ പറയുന്നേ? പിന്നെ ഒരു വിവാഹമായി സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടി. എങ്കിലും അനാഥയായി പോയവളല്ലേ ആ അമ്മ. ഒരു കുടുംബവും അവിടെ ഒരുപാട് ബന്ധുക്കളുമില്ല. 2 കുട്ടികളെ ജനിച്ചപ്പോ അതിലൊരാളെ ദൈവം തിരിച്ചെടുത്തു. അത് അടുത്ത ഷോക്കായി. നഷ്ടപ്പെട്ട ആ മകളുടെ പേരിട്ട് ചേച്ചിനെ വിളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ ആ അമ്മയുടെ സ്ഥാനം എവിടെയായി? നൊന്തുപെട്ട ഒരു അമ്മയ്ക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ വേദന ചേച്ചിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവളാ ഞാൻ. ഇവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ അമ്മ ഒരിക്കലും ചിലപ്പോൾ എന്നെ മറ്റൊരു കണ്ണിൽ കാണില്ലായിരുന്നു. അതിന് കാരണം അമ്മയോടുള്ളതിനേക്കാൾ സ്നേഹം ചേച്ചി എന്നോട് കാണിച്ചതാ. ചേച്ചിയുടെ അമ്മയ്ക്ക് ഞാൻ ശത്രുവാകാൻ കാരണം അതാ. അമ്മ അതിർത്തി കാണിക്കുമ്പോ ചേച്ചിക്ക് വാശി കൂടും. മനസ്സ് നൊന്ത് പാവം ചേച്ചിയുടെ അമ്മയ്ക്കും. നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നിത്തുടങ്ങി. വാശി തീർക്കാനായി ഒരിക്കലും സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് കൊടുക്കരുത്. പലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ, അമ്മയും അച്ഛനും കഴിഞ്ഞേ ഞാൻ ഉണ്ടാവൂന്ന്. കാരണം ഞാൻ എപ്പോഴായാലും ചേച്ചിയെ വിട്ട് പോവേണ്ടതല്ലേ. കൂടപ്പിറപ്പുകൾ അവരുടേതായ ജീവിതത്തിലേക്ക് പോവേണ്ടവരാ ചേച്ചി. എന്നാൽ അച്ഛനമ്മമാർക്ക് മക്കളെക്കുറിച്ച് ഓർത്തുള്ള ജീവിതമേ ഉള്ളൂ. ചേച്ചി അതറിയുന്നത് ചേച്ചി ഒരു അമ്മയാവുമ്പോഴാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സ്വാർത്ഥതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും ഉരസാൻ കാരണം അതാണ് അമ്മ. അമ്മയുടെ സ്നേഹം സ്വാർത്ഥതയല്ലാതെ മറ്റെന്താ ചേച്ചി? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ മക്കള് വരുന്നത്. ഒരു ചതിയന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നാലും അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അമ്മയുടെ ഭാഗമായതുകൊണ്ടല്ലേ. ഇവിടെ ഞാൻ കരുതിയ പോലൊരു പെണ്ണല്ലല്ലോ ശ്രീകുട്ടിയെ. എന്നിൽ നിന്നും അകറ്റാൻ അവൾ ശ്രമിക്കുന്നതെന്നല്ലേ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചത്. ചേച്ചിക്കറിയോ, ചേച്ചി അമ്മയെ ഒഴിവാക്കി എന്നെ നിർബന്ധിച്ച് ചേച്ചിയുടെ കൂടെ കിടത്തുമ്പോ അമ്മ എവിടെയായിരുന്നു എന്ന്? അമ്മ റൂമിൽ പോയില്ലേ? അല്ല, ചേച്ചിയുടെ അമ്മ രാത്രി മുഴുവനും സെറ്റിയിലാ കഴിച്ചു കൂടാറ്. ഒരിക്കല് അദ്ദേഹത്തിന്റെ അമ്മ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ മുകളിലേക്ക് ചെന്നു. അവിടെ സെറ്റിയില് ചേച്ചിയുടെ അമ്മ കരഞ്ഞു തളർന്ന് മയങ്ങിക്കിടക്കുന്നതാ കണ്ടത്. ഒരു പുതപ്പെടുത്ത് ചേച്ചിയുടെ അമ്മയെ പുതപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. പിന്നെ എല്ലാ രാത്രികളിലും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ വന്ന് ചേച്ചിയുടെ അമ്മയെ പുതപ്പിക്കാറുണ്ട്. നേരം പുലരുമ്പോ അതറിയാറുണ്ട്. രാത്രി പ്രഭ എപ്പോഴോ വന്ന് പുതപ്പിച്ചതാണെന്ന് ഞാൻ കരുതിയത്. പ്രഭയോടത് ചോദിക്കാനും പോയില്ല. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിൽ പ്രഭയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാനും കരുതി. അമ്മോ, എനിക്കിതിപ്പോ തന്നെ അമ്മയോട് പറയണം. അരുത്, ചേച്ചിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല. എനിക്ക് മനസ്സിലായി അമ്മോ. അമ്മയ്ക്ക് ഞാൻ കഴിയുന്നത്ര സന്തോഷം കൊടുക്കും. എനിക്ക് അമ്മയോടുള്ള സ്നേഹം അറിഞ്ഞെങ്കിലും നിന്നെ അംഗീകരിക്കാൻ അമ്മയ്ക്കൊരു മനസ്സ് വരട്ടെ. സ്നേഹത്തോടെ അമ്മ നിന്നോടൊരു വാക്ക് പറയുന്നതിൽ കവിഞ്ഞ് എനിക്കൊരു സന്തോഷവും ഇല്ല. നിങ്ങളുടെ അച്ഛൻ കാരണം അവരുടെ കുടുംബം തകർന്നു പോയതിന് എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ അവർ വന്നിരിക്കുന്നത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവര് തന്നെ എന്നോട് പറഞ്ഞതാ. മാണിക്യമംഗലത്ത് വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടിയത്
നിങ്ങളാണെന്ന സത്യം ദക്ഷയ്ക്കറിയാം. ആ പേടി കാരണം ഞാൻ ഇതുവരെ ആരോടും പറയാതിരുന്നത്. ആ തറവാട് കൊടുക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാനുള്ള കാരണം അതാ. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ഈ കുടുംബത്തോട് പലതും ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിയെ 2 തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ദക്ഷയാ. ലക്ഷ്മി, നീ പറയുന്ന സത്യമാണോ? അതെ. മുത്തശ്ശനെ ഫോണിൽ വിളിച്ച് ചേച്ചി അപായപ്പെടുത്തിയ വിവരം അറിയിച്ചത് ദക്ഷയാ. പണിക്കരെ, നിങ്ങളുടെ കൊച്ചുമോൻ താലി കെട്ടാൻ നിശ്ചയിച്ച കൊച്ചുമോളുണ്ടല്ലോ, ശ്രീകുട്ടി, പാവം, ജീവിതം എന്തെന്നറിയുന്നതിന് മുൻപ് അവളീ ലോകം വിട്ടുപോയി. ഇത് മംഗലശ്ശേരി ഗംഗാധര പണിക്കർക്ക് ഞാൻ തരുന്ന ആദ്യത്തെ തിരുവുൾ കാഴ്ച. അവര് നാട്ടിൽ തന്നെയുണ്ട്. വെച്ചേക്കില്ല ഞാൻ അവളെ. അവൾ എവിടെ ഉണ്ടെന്നുള്ള വിവരം ശർമാജിക്ക് അറിയാം. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച? എന്റെ ജീവിതം തകർത്തവരെ വകവരുത്താൻ കൊല്ലണോ എനിക്ക് അവരെ? നിങ്ങൾ പോകുന്നതേ എന്നെ കൊന്നിട്ട് വേണം. ഇതിന് ഞാൻ മടിക്കില്ല. മാറു മുന്നിന്ന്. എനിക്ക് അവരോടുള്ള കണക്ക് തീർക്കണം. ഒരു സ്ത്രീയെ കൊന്നാണോ കണക്ക് തീർക്കുന്നത്? അവര് സ്ത്രീയോ? പേ പിടിച്ച നായ അവര്. നായക്ക് പേ പിടിച്ച ആൺ പെൺ വ്യത്യാസം ഇല്ല. വഴി മാറാനാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ എടുത്തുചാട്ടം കൊണ്ടാ അറിഞ്ഞിട്ട് ഞാൻ പറയാൻ മടിച്ചത്. മാണിക്യമംഗലത്തുകാരോട് മംഗലശ്ശേരിക്കാര് അറിഞ്ഞോ അറിയാതെ ചെയ്തത് വലിയ തെറ്റാണ്. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? നിങ്ങളുടെ കുടുംബം കാരണം എത്ര മരണങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചത്? അതേപ്പറ്റി എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.